അമ്മയിൽ കൂട്ടരാജിയും കൂട്ടയടിയും തുടരുന്നു. അമ്മ അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും ആശാ അരവിന്ദ് രാജിവെച്ചു. കൂട്ടരാജി സമർപ്പിച്ച മുൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആണ് രാജിവെക്കുന്നതായി മെസ്സേജ് അറിയിച്ചത്. സംഘടനയിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മല്ലിക സുകുമാരനും രാജിവെച്ചു. ശ്വേതാ മേനോന്റെ പിന്തുണ അറിയിച്ചാണ് രാജി. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് മല്ലികയുടെ രാജിപ്രഖ്യാപനം. അതിനിടെ സംഘടനയിലെ നിലവിലെ പരാതികൾ അഡ്ഹോക് കമ്മിറ്റി വിശദമായി പരിശോധിക്കും. അമ്മയിലെ തർക്കത്തിൽ അൻസിബ ഹസനെ പിന്തുണച്ച നടി മാല പാർവതി രംഗത്തെത്തി. അൻസിബയ്ക്ക് മുൻപിൽ ഭരണസമിതിക്ക് മുട്ടുമടക്കേണ്ടി വന്നു. അൻസിബ തലയിൽ ആൾതാമസമുള്ള കുട്ടി. ആസിഫ് അലിയും കുഞ്ചാക്ക ബോബനും സംഘടനാ നേതൃത്വത്തിലേക്ക് എത്തണമെന്നും മാല പാർവതി പറഞ്ഞു. അൻസിബ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മുമ്പിലാണ് അവർ മുട്ടുമടക്കിയത്. അത് അൻസിബ അവിടെ ഇരുന്ന് അൻസിബയുടെ ഒരു ചെറിയ വിഷയം ഡീൽ ചെയ്യാൻ വയ്യാതെ അൻസിബയെ അവിടെ ഒറ്റപ്പെടുത്തിയിട്ട് അൻസിബ അവിടെ നിന്ന് ഇറങ്ങി വന്ന് അൻസിബയ്ക്ക് അത്ര വലിയ സപ്പോർട്ടും ക്ലൗട്ടും റബ്ബർ സ്റ്റാമ്പും ആയിരുന്നെങ്കിൽ അൻസിബ ആ ഭരണസമിതി അവിടെ ഈ മീഡിയയുടെ മുമ്പിൽ അവർക്ക് വരേണ്ട കാര്യമില്ലായിരുന്നു. അടുത്ത പ്രാവശ്യം ബാക്കി എല്ലാ പേരുകൾക്കും മുകളിൽ ഞാൻ അൻസിബയുടെ പേര് പറയും. അൻസിബ ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിക്കട്ടെ എന്നാണ് അവിടെ പൊതുജനമൊക്കെ പറയുന്നത്. അൻസിബ വരണം, അങ്ങനെയുള്ളൊരു കുട്ടിയല്ലേ വരേണ്ടത്. അത് ജനറൽ സെക്രട്ടറി എന്നുള്ളതല്ലേ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് വരണം. അൻസിബയെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. അൻസിബ ഒരു കൊച്ചുകുട്ടിയൊന്നും അല്ല. അൻസിബയുടെ തലയിൽ നല്ല ആൾതാമസമുള്ള നേരുള്ള ഒരു കൊച്ചത്. വേട്ടയാടപ്പെട്ടുവെന്ന് തുറന്നു പറഞ്ഞ് അമ്മ അംഗങ്ങൾക്ക് നടൻ ടിനി ടോം കത്ത് നൽകി അനീതിക്കെതിരെ ശബ്ദിച്ചതിന് ടാർഗറ്റ് ചെയ്യപ്പെട്ടെന്ന് ടിനി. ആരോടും പറയാതെ ഭാരവാഹിത്വം ഒഴിയേണ്ടി വന്നതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും ടിനി ടോം. അബ്ദുൾ റഹീമുണ്ട് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകാൻ. അബ്ദുൾ റഹീം, ഈ അമ്മ സംഘടനയിലെ നിലവിലെ പരാതികളൊക്കെ ഈ അഡ്ഹോക് കമ്മിറ്റി വിശദമായി പരിശോധിക്കുമെന്നാണല്ലോ പുറത്തു വന്നിരുന്ന വിവരം. ഇതിപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയിൽ തന്നെ ആദ്യ രാജി ആശാരമത്തിലൂടെ ഉണ്ടായിരിക്കുന്നു. ഈ നിലവിലെ പ്രശ്നങ്ങൾ എപ്പോൾ എങ്ങനെയൊക്കെ പരിഹരിക്കുമെന്നൊരു പക്ഷേ ഈ താരങ്ങളായ അമ്മ അംഗങ്ങൾക്ക് പോലും നിശ്ചയമുണ്ടാവില്ല. എങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്? അമ്മ സംഘടനയ്ക്കുള്ളിലെ പൊട്ടിത്തെറി അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി പുറത്തു വരുന്ന ഓരോ വാർത്തകളും വ്യക്തമാക്കുന്നത്. ഏതായാലും ഇന്നലെ ചേർന്ന ജനറൽ ബോഡിയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതിനെ തുടർന്നാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുകയും അംഗങ്ങൾ രാജിവെക്കുകയും ചെയ്തത്. ഇതിനുശേഷം രമേശ് പിഷാരടി കൺവീനറായിട്ടുള്ള അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. ഈ അഡ്ഹോക് കമ്മിറ്റിയിലും ഇപ്പോൾ ആദ്യ രാജി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ രാജിവെച്ചിട്ടുള്ളത് ആശാ അരവിന്ദാണ്. കൂട്ടരാജി സമർപ്പിച്ച മുൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിൽ താൻ അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കുന്ന കാര്യം ആശാ അരവിന്ദ് വ്യക്തമാക്കിയിട്ടുള്ളത്. അമ്മയുടെ സഞ്ജീവനി പദ്ധതിയുടെ ചുമതല ആശയ്ക്കായിരുന്നു നൽകിയിരുന്നത്. ഏതായാലും അഡ്ഹോക് കമ്മിറ്റിയിൽ കൂടി ആദ്യ രാജി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ അല്പസമയം മുമ്പാണ് ശ്വേതയ്ക്കൊപ്പം എന്ന പോസ്റ്റ് ഇട്ടുകൊണ്ട് അമ്മ സംഘടനയിൽ നിന്ന് തന്നെ രാജിവെക്കുന്നു എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്പസമയം മുമ്പ് മല്ലിക സുകുമാരൻ പങ്കുവെച്ചത്. ചില വിമർശനങ്ങളൊക്കെ മല്ലിക സുകുമാരന്റെ പോസ്റ്റിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം സർക്കാർ പ്രഖ്യാപിച്ച ബജറ്റിലടക്കം വലിയ രീതിയിൽ തന്നെയുള്ള പദ്ധതികൾ സിനിമാ മേഖലയ്ക്കായി ഒരുക്കിയിരുന്നതാണ്. പക്ഷേ ചില പദ്ധതികൾ ഉണ്ടായിരുന്നു. പക്ഷേ അക്കാര്യത്തെക്കുറിച്ചൊന്നും ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച ഇന്നലെ ചേർന്ന അമ്മ ജനറൽ ബോഡിയിൽ ഉണ്ടായില്ല. പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരാളെ കോർണർ ചെയ്ത് കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക മാത്രമാണ് ആ ഒരു കമ്മിറ്റിയിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് തന്റെ രാജി എന്നുള്ളതാണ്. താൻ ശ്വേതാ മേനോനൊപ്പമാണ് എന്നുകൂടി മല്ലിക സുകുമാരന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസം ഈ സംഘടന അമ്മ എക്സിക്യൂട്ടീവ് സംഘടന പിരിച്ചുവിട്ടതിന് പിന്നാലെ ഈ രാജി സമർപ്പിച്ചുകൊണ്ട് ടിനി ടോം അമ്മ സംഘടനയിലെ അംഗങ്ങൾക്ക് തുറന്ന കത്തുമായി രംഗത്ത് വന്നിരുന്നു. താൻ ടാർഗറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതിൽ പ്രധാനമായും ടിനി ടോം ഉന്നയിക്കുന്ന ആരോപണം. തനിക്കൊപ്പം നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കൂടാതെ തനിക്കെതിരെയുള്ള കേസുകളിലടക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ക്ലീൻ ചിറ്റ് തനിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്മ സംഘടനയിൽ നിന്ന് ആരോടും പറയാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നതിൽ ക്ഷമ ചോദിക്കുന്നു എന്നുള്ളതായിരുന്നു ടിനി ടോമിന്റെ ആ ഒരു കുറിപ്പിൽ പറയുന്നത്. കൂടാതെ ശ്വേതയ്ക്കെതിരെ വിമർശനവുമായി മാല പാർവതി രംഗത്ത് വന്നിരുന്നു. ഈ നിലവിലുണ്ടായിരുന്ന കമ്മിറ്റിക്കെതിരെ വലിയ ആരോപണങ്ങളാണ് മാല പാർവതി ഉന്നയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ശ്വേതയ്ക്കെതിരെയും ലക്ഷ്മിപ്രിയക്കെതിരെയും ഒക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന അൻസിബയെ പിന്തുണച്ചുകൊണ്ടാണ് മാല പാർവതി സംസാരിച്ചത്. അൻസിബ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ളതായിരുന്നു മാല പാർവതിയുടെ പ്രതികരണം. കൂടാതെ ഈ ആസിഫ് അലി, പൃഥ്വിരാജ്, കുഞ്ചാക്കോബൻ അടക്കമുള്ളവർ നേതൃനിരയിലേക്ക് വരണം എന്നുകൂടി മാല പാർവതി പറഞ്ഞു വെക്കുന്നു. ഏതായാലും താരസംഘടന അമ്മയ്ക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ രാജികളടക്കം സൂചിപ്പിക്കുന്നത്. അരുണിമ. അബ്ദുൾ റഹീമാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.